വീട് വെക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായിരിക്കും ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് നല്ല പച്ചിപ്പ് കിട്ടുവാൻ വേണ്ടി നല്ല പുൽത്തകിടികൾ സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഏരിയയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പിങ് നമ്മൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ പുല്ലുകൾ പലതരത്തിലുള്ള പുല്ലുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും മെയിൻ്റനൻസ് കുറവുള്ള പുല്ല് നോക്കിയാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 7-8 മാസത്തോളം മേളിലായി. അപ്പോൾ ഈ പുല്ലുകളെല്ലാം അങ്ങ് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് തന്നെ പലതരത്തിലുള്ള പുല്ലുകൾ മിക്സ് ചെയ്താണ് ഇവർ വെക്കുന്നത്. നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആദ്യം വെക്കുമ്പോൾ നല്ല ഇതായിരിക്കും, ഹൈ ക്വാളിറ്റിയിൽ വെക്കും. പക്ഷേ ഇതിനകത്ത് ഈ വേറെ കുറഞ്ഞ പുല്ലുകൾ ഇതിനുള്ളിൽ കയറിയിട്ട് ഈ കളകളും എല്ലാം കൂടെ ആയിട്ട് ആകെ അങ്ങ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇതായിട്ട് വല്ലാതെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആളുകളെ സമീപിച്ചു, ഇത് ചേർന്ന് വെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇവരെല്ലാം ഭയങ്കര റേറ്റാണ് പറയുന്നത്. നമുക്ക് താങ്ങുന്നതിലും മേളിലാണ് ഓരോ കാര്യത്തിൻ്റെ റേറ്റ്. നമ്മൾ പുതിയത് വെക്കുന്നതിൻ്റെ റേറ്റുകളൊക്കെയാണ് ചിലർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു പാർട്ടിയെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം 2-3 വർക്കുകൾ ചെയ്തത് ഞാൻ കണ്ടു. വളരെ പ്രൊഫഷണലായിട്ട് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ വന്ന ടൈം മുതൽ പുള്ളി കൃത്യമായിട്ട് അത് ഇങ്ങനെയെല്ലാം അതിനകത്തുനിന്ന് കളകൾ കാര്യങ്ങളെല്ലാം മാറ്റി ഈ പറഞ്ഞ പോലെ ഗാർഡനെല്ലാം കംപ്ലീറ്റ് ട്രിം ചെയ്ത് കറക്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ മെഷീൻ കൊണ്ടുവന്ന് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി ഈ പറഞ്ഞതുപോലെ എല്ലാ സംഭവങ്ങളും, അതായത് അതിനകത്ത് എന്തൊക്കെ ചെയ്യാം അതെല്ലാം എന്നാൽ കുറഞ്ഞ നിരക്കിൽ, എന്നാൽ വലിയ ഈ പറഞ്ഞ പോലെ വലിയ ഹൈഫൈ റേറ്റുകളും ഒന്നും പറയാതെ കണ്ട് വളരെ മാന്യമായിട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പറോ കാര്യങ്ങളോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഈ പറഞ്ഞ പോലെ ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നമുക്ക് തോന്നും നമുക്ക് ഒരു ഈ പറഞ്ഞ പോലെ കത്രിക വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അത് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ വേറൊരു രീതിയാണ്. അത് ചെയ്തതിന് ശേഷമുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. വളരെ കൃത്യമായിട്ട് അത് ചെയ്ത്, പക്ഷേ ഇതിനെയും ഈ പറഞ്ഞ പോലെ ഒരു 10, 25, 30 ദിവസം കഴിയുമ്പോഴേ ഇതിനെ ആ പച്ചപ്പിൽ വരത്തുള്ളൂ. ആ പച്ചപ്പിൽ വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റ് തന്നെ. ഇപ്പം നിങ്ങൾ ഫൈനൽ റിസൾട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇത് പേൾ ഗ്രാസ് എന്ന് പറയുന്നത്. ഈ പേൾ ഗ്രാസ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ പച്ചിപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പച്ചിപ്പ് അങ്ങ് പോയിട്ട് ഒരു 10-30 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നെ ഗ്രീനറി ആയിട്ട് വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് വിടുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആളുകളെ തപ്പിയിട്ട് ഫൈനൽ കിട്ടിയൊരു ചേട്ടനാണ് ഈ പുള്ളി. അപ്പോൾ ഇദ്ദേഹം വളരെ രസകരമായിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുകയുണ്ടായി. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക.